എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഈ ആഴ്ച നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു. കർത്താവ് നമ്മെ നടത്തി. ഒരാഴ്ച അനുഗ്രഹമാകുന്നത് കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുമ്പോഴാണ്. കർത്താവിനോടുകൂടെ സമയം ചെലവഴിക്കാതെ ലോകത്തിൽ സമയം ചെലവഴിച്ചവർക്ക് അതിൻ്റെ ഫലമുണ്ടാകും. നിരാശയും കയ്പും തകർച്ചകളും ഉണ്ടാകും. നിങ്ങളുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടാൻ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. കുടുംബമായിട്ട് ദൈവത്തെ സേവിച്ചാൽ മതി. വ്യക്തിപരമായിട്ട് നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതവും നിങ്ങളുടെ കൃപകളും നിങ്ങൾ ജ്വലിപ്പിച്ചുകൊണ്ടിരുന്നാൽ എല്ലാവർക്കും നിങ്ങളോടൊരു ബഹുമാനം ഉണ്ടാവും. നിങ്ങൾക്ക് ലഭിക്കേണ്ട ബഹുമാനം നിങ്ങളുടെ വീട്ടിൽ ലഭിക്കും. നിങ്ങളുടെ കുടുംബം നിങ്ങളെ അംഗീകരിക്കും. അത് ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും പിള്ളേരാണെങ്കിലും. എനിക്ക് എത്രയോ ഭവനങ്ങളിൽ അറിയാം, അവരുടെ മാതാപിതാക്കൾക്ക് അവരുടെ മക്കളോട് ബഹുമാനമാണ്. കാരണം അവർ ഒരു ദൈവപുരുഷനെ പോലെ, വിലപ്പെട്ട ദൈവദാസിയെ പോലെ ജീവിക്കുന്ന യൗവനക്കാരുണ്ട്. ഒത്തിരി ഭർത്താക്കന്മാരെ എനിക്കറിയാം ഭാര്യമാരെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന. കാരണം മുഴുസമയവും പ്രാർത്ഥനയാണ്. അങ്ങനെ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്ന കുടുംബങ്ങളെ അറിയാം. ഞാൻ US പോയപ്പോൾ അവിടെ സെൻറ്റ് ലൂയിസ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് മിസോറി എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ ഇംഗ്ലീഷുകാർ മാത്രമുള്ള സ്ഥലം. ഇംഗ്ലീഷുകാർ മാത്രമേ അവിടെ, അങ്ങനെയുള്ളവർക്ക് ഇംഗ്ലീഷുകാർക്ക് അവിടെ ലാൻഡ് വാങ്ങാൻ പറ്റൂ. എന്നാൽ അവിടെ ഒരു മലയാളി ഒരു 80 ഏക്കർ സ്ഥലത്ത് ഒരു 20,000 സ്ക്വയർ ഫീറ്റ് ഉള്ളൊരു വീട്, 3 നില. ആ 80 ഏക്കറിന് വേണ്ട ട്രാക്ടർ, അതുപോലെ ഉള്ള എല്ലാവിധ വണ്ടികളും, അവിടെ കൃഷി ചെയ്യണോ എന്ത് ചെയ്യണോ അതിനുള്ള എല്ലാ ഉപകരണങ്ങളും അവിടെയുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഒരു ലേക്കുണ്ട്, ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ ഫോറസ്റ്റിനകത്ത് മൃഗങ്ങളുണ്ട്. ഞങ്ങളത് കുടുംബമായിട്ടൊക്കെ കണ്ടപ്പോൾ, ആ വീട്ടിൽ പാർത്തപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ അതിശയിച്ചത് ഇതൊന്നുമല്ല. ആ വീട്ടിലെ വീട്ടമ്മ പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ കരഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത്. അവർ കുറേ നേരം ദൈവത്തെ ആരാധിക്കും. 3-4 നേരം അവർ പ്രാർത്ഥിക്കും. കുഞ്ഞുങ്ങൾക്ക് വേണ്ടതും ഭർത്താവിന് വേണ്ട ഭക്ഷണങ്ങളെല്ലാം അവർ തയ്യാറാക്കും. എല്ലാ കാര്യങ്ങളും. സാമർഥ്യമുള്ള ഭാര്യ ആർക്ക് ലഭിക്കും? അവളുടെ വില മുത്തുകളേക്കാൾ ഏറും എന്ന് പറഞ്ഞതുപോലെ വിലപ്പെട്ടവൾ. ജോലിക്കൊന്നും പോകുന്നില്ല. ഭർത്താവിന് ജോലിയുണ്ട്, പിള്ളേർക്ക് ജോലിയുണ്ട്, ഇവർ വിദ്യാസമ്പന്നയാണ്. എന്നാൽ ജോലിക്ക് പോകേണ്ട, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്ന ഒരു സ്ത്രീ. ആ വീട് ഒരു മിനിസ്ട്രി. ഈ സ്ത്രീയുടെ മിനിസ്ട്രിയെയാണ് ആ കുടുംബം സപ്പോർട്ട് ചെയ്യുന്നത്. അവർക്ക് ആ വീട്ടിൽ വലിയ ബഹുമാനമുണ്ട്, മാന്യതയുണ്ട്. എങ്ങനെയുണ്ടായി? ഒരാൾ ദൈവത്തിൻ്റെ കൂടെയാണെങ്കിൽ അറിയാതെ ആ വ്യക്തിയിൽ ബഹുമാനം ഉണ്ടാകും. ഈ ലോകത്തിൽ എത്ര വലിയ ജോലിക്കാരും അവരെ ബഹുമാനിക്കും. എനിക്കറിയാവുന്ന ഒരു ആൻറ്റിയുണ്ട്. ഒന്നുമില്ലായിരുന്നു, തകർന്ന് തരിപ്പണമായി വീട്ടിൽ നിന്ന് അടിച്ചിറക്കപ്പെട്ട സ്ത്രീ. ഇന്ന് ലോകരാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നൊരു മലയാളി സഹോദരി എനിക്കറിയാം. അസാധാരണമായി അവരെ ദൈവം നടത്തുകയാണ്. പോകുന്നിടത്തൊക്കെ അവർക്കൊരു വിലയുണ്ട്. കാരണം ദൈവത്തോടു കൂടെ ഇരിക്കുന്നു. നാം ദൈവത്തോടു കൂടെ സമയം ചെലവഴിച്ചാൽ നമ്മുടെ ഭാവി അത്ഭുതമായി മാറും. കൂടുതൽ നേരം യേശുവിൻ്റെ കൂടെ സമയം ചെലവഴിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. നമുക്ക് ഈ ആഴ്ച തീരുകയാണല്ലോ. പുതിയ ആഴ്ചയിൽ, അടുത്ത ആഴ്ചകളിലൊക്കെ നമുക്ക് കൂടുതൽ കർത്താവിനോട് അടുക്കാനിടയാകട്ടെ. ഈ ആഴ്ച എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഉപദേശം തരാമോ എന്ന് ചോദിച്ചാൽ കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. അടുത്ത ആഴ്ച എന്തൊരു ഉപദേശം തരാമോ? ഇത് തന്നെ. ഒരു 50 കൊല്ലം കഴിഞ്ഞ് ജീസസ് എവരിഡേയിൽ നിങ്ങളും ഞാനും ഉണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. അതായിരിക്കും അന്നത്തെ ഏറ്റവും പുതിയ വാർത്ത. യേശുവിൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറുന്നത്. സാമാന്യരും പഠിപ്പില്ലാത്തവരെല്ലാവരും മാന്യതയുള്ളവരായി മാറും.
കർത്താവിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. ഇന്ന് നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് വരാം. 12-ാം വാക്യം വരെ വായിച്ചു. ഈ ഉണ്ടായത് ദേശാധിപതി കണ്ടിട്ട് കർത്താവിൻ്റെ ഉപദേശത്തിൽ വിസ്മയിച്ച് വിശ്വസിച്ചു. ഒരു മന്ത്രവാദി സുവിശേഷത്തെ തടഞ്ഞപ്പോൾ പൗലോസ് അവൻ്റെ കണ്ണിനെ അന്ധമാക്കി കളഞ്ഞു. കുറച്ച് നേരത്തേക്ക് നീ കാഴ്ച കാണണ്ട. സുവിശേഷത്തെ തടയുന്ന ആ തടസ്സത്തിൻ്റെ പൗലോസ് മാറ്റിയതാണ്. പിന്നെ അവൻ്റെ കണ്ണ് തുറന്നു കാണും. കാരണം സുവിശേഷം നന്മയുടെ ഒന്നാണ്, ഒരാളുടെ കണ്ണടച്ച് കളയുന്ന മാർഗമല്ല. ഞാൻ വിശ്വസിക്കുന്നു ആ മന്ത്രവാദി അതോടെ ഒതുങ്ങി. പിന്നെ അദ്ദേഹം സുവിശേഷത്തിനെതിരെ നിന്ന് കാണില്ല, അദ്ദേഹം മുട്ടുകുത്തി കാണും. ദേശാധിപതി വിസ്മയിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ചു. കാരണം സുവിശേഷത്തിൽ വിസ്മയിക്കാനുണ്ട്, ഈ മാർഗത്തിൽ വിസ്മയിക്കാനുണ്ട്. കാരണം ഈ മാർഗത്തെ കൊണ്ടുവന്നവൻ കർത്താവാണ്. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവരായി നമ്മുടെ ഇടയിൽ പാർത്തു. ഇതിനകത്ത് വിസ്മയമുണ്ട്. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികളും അറിയണം, നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഒരു വിസ്മയമായിരിക്കും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഒരു വിസ്മയമായിരിക്കും. നിങ്ങളുടെ ഓരോ ചുവടുകൾ ഒരു വിസ്മയമായിരിക്കും. അതുപോലെ ചില കാര്യങ്ങൾ കർത്താവ് ചെയ്യാൻ പോകുന്നു. എന്നാൽ പൗലോസും ബർണബാസും ആ വിസ്മയം കണ്ട് അവിടെ ഒതുങ്ങിയില്ല. അവരവിടെ നിന്ന് പോവുകയാണ്. 13-ാം വാക്യം, പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി. മതി, അടുത്ത സ്ഥലത്തേക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു വിട്ടാൽ എങ്ങും ഒതുങ്ങില്ല. കാറ്റിനെ ഒതുക്കാൻ കഴിയില്ല. കാറ്റ് ഒരേക്കറിൽ നിൽക്കില്ല, 2 ഏക്കറിൽ നിൽക്കില്ല. അതിനിങ്ങനെ മുന്നോട്ട് പോകണം. ആത്മാവിൽ ജനിച്ചവൻ കാറ്റ് പോലെയാണെന്നാണ് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ യേശു പറയുന്നത്. അത് ഇഷ്ടമുള്ളിടത്തേക്ക് പോകും. ആത്മാവിൽ ജനിച്ചവരുടെ പ്രത്യേകത അതാണ്. അവർക്കൊരു സ്ഥിരതയില്ല. അവരടുത്ത ലെവലിലേക്ക് കയറണം. അവർക്ക് ഒന്നിലും ഒതുങ്ങാൻ കഴിയില്ല. ഇതിനപ്പുറവും പലതും ഉണ്ടെന്ന് അവർക്കറിയാം. പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി പംഫുല്യ ദേശത്തെത്തി. പംഫുല്യ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരുശലേമിലേക്ക് പോയി. അപ്പോൾ പൗലോസും കൂടെയുള്ളവരും പാഫോസിൽ നിന്ന് കപ്പൽ നീക്കി. അതിൻ്റെ അർത്ഥം ഇവർ യാത്ര ചെയ്യുന്നത് സ്വന്തം കപ്പലിലാണ് എന്നാണ് എനിക്ക് മനസ്സിലായത്. അവരിപ്പോൾ യാത്ര ചെയ്യുന്നത് അതുപോലെ യാത്രയാണ്. അവരൊരു ടീമാണ്. അവർക്ക് യാത്ര ചെയ്യാൻ സ്വന്തമായ യാത്രാ സംവിധാനം ആ കാലത്ത്. സുവിശേഷം ഇതുപോലെ വിശാലപ്പെടാൻ സഭ പ്രാർത്ഥിക്കണം. സുവിശേഷത്തിന് വേണ്ടി സ്വന്തമായ യാത്രാ സംവിധാനങ്ങൾ എല്ലാ സഭയ്ക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടാകട്ടെ. സംവിധാനങ്ങൾ മാത്രമല്ല, ആ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ദേശങ്ങളെ മാറ്റിമറിക്കാനുള്ള ദൈവകൃപയും അതുകൂടി ഒന്ന് വ്യാപരിച്ചാൽ ഈ സീസണിൽ വലിയ കാര്യങ്ങൾ കാണാൻ കഴിയും. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി. ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ഓരോ സ്ഥലത്തേക്ക് അവർ യാത്ര ചെയ്യുക. ഓരോ സ്ഥലത്തും ചെന്ന് സുവിശേഷത്തിനൊരു വാതിൽ തുറക്കാൻ അവരിയ്ക്കുകയാണ്. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ പ്രസംഗിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ പ്രസംഗിക്കേണ്ടതിന്, വാ തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ അകത്തൊത്തിരി അറിവുകൾ കിടപ്പുണ്ട്. ഇതൊന്നും പറയാതെ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ദൂത് പറയാൻ, സുവിശേഷത്തിൻ്റെ മർമ്മങ്ങൾ, ജനഹൃദയത്തെ തൊടുന്ന ദൂതുകൾ പറയുവാൻ എൻ്റെ നാവിൽ തക്ക സമയത്ത് വചനം കിട്ടേണ്ടതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
ഓരോ ദിവസവും വാ തുറക്കുമ്പോൾ ഈ വചനം ഇങ്ങനെ പറയേണ്ടതിന് പലരും എന്നോട് ചോദിക്കും, ഡെയിലി എങ്ങനെയാണ് ഇത് പറയുന്നത്? അത് കർത്താവ് വാ തുറക്കുമ്പോൾ വചനം തരുന്നതാണ്. ജനങ്ങൾക്ക് വേണ്ട വചനം, ജനങ്ങൾക്ക് രൂപാന്തരം കൊടുക്കുന്ന വചനം, ജനങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുന്ന വചനം, തീരുമാനത്തിലേക്കും പ്രതിഷ്ഠയിലേക്ക് നയിക്കുന്ന വചനങ്ങൾ. അത് നമ്മുടെ വായിൽ കിട്ടിയില്ലെങ്കിൽ ഒരു പരിപാടിയും മുന്നോട്ട് പോകില്ല. പരിശുദ്ധാത്മാവിൽ നമുക്ക് ആശ്രയിക്കാം. ഇതാ പൗലോസും ബർന്നബാസും ഒരു ദേവാലയത്തിൽ ചെന്ന് അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. അവിടെ വായിക്കുന്നു 15-ാം വാക്യം, ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ചു, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവിൻ എന്ന് പറഞ്ഞു. ന്യായപ്രമാണം മുഴുവൻ വായിച്ച്, പ്രവാചക പുസ്തകങ്ങൾ മുഴുവൻ വായിച്ചു കഴിയുവോളം കാത്തിരിക്കേണ്ടി വന്നു. ചിലയിടങ്ങളിൽ സുവിശേഷത്തിന് ഒരു വാതിൽ തുറക്കാൻ ചിലപ്പോൾ ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും, നാളുകൾ കാത്തിരിക്കേണ്ടി വരും. ഇതാ അവർ കാത്തിരിക്കുക. ഏറ്റവും ഒടുവിൽ, സഹോദരന്മാരെ, പ്രബോധനം വല്ലതുമുണ്ടോ? ക്ഷമയോടെ കാത്തിരുന്നാൽ, എവിടെ കാത്തിരിക്കുന്നു അവിടെ തന്നെ ചില വാതിലുകൾ ദൈവം നമുക്കായി തുറക്കും. നമ്മൾ ക്ഷമയോടെ ഇരിക്കണം. ഓരോ സ്ഥലത്ത്, ഓരോ വീടുകളും തുറന്നു കിട്ടാൻ, ഓരോ വ്യക്തികളുടെ ഹൃദയങ്ങൾ തുറന്നു കിട്ടാൻ, ഓരോ ദേവാലയങ്ങൾ തുറന്നു കിട്ടാൻ, ഓരോ രാജ്യങ്ങൾ തുറന്നു കിട്ടാൻ, ഓരോ സഭകളും തുറന്നു കിട്ടാൻ, കർത്താവെ, ആ സഭയെ ഒന്ന് തിരുത്തുവാൻ, ആ സഭയെ ഒന്ന് ഉണർത്തുവാൻ എനിക്കൊരു വഴി തുറന്നു തരണമേ. ക്ഷമയോടെ കാത്തിരിക്കുമ്പോൾ അതിനുള്ള ഓപ്പണിങ്ങുകൾ ഉണ്ടാകും. ആരോടൊക്കെയോ ദൈവാത്മാവ് ഇടപെടുന്നു. പൗലോസും ബർന്നബാസും വെയിറ്റ് ചെയ്യുകയാണ്. ന്യായപ്രമാണം വായിക്കുന്നത് ഇവർക്ക് കേട്ടിട്ട് കാര്യമില്ല, പ്രവാചക പുസ്തകങ്ങൾ വായിച്ചതുകൊണ്ട് ഇവർക്ക് കാര്യമില്ല. എങ്കിലും തിരക്ക് കൂട്ടുന്നില്ല, അവർ ക്ഷമയോടെ ഇരിക്കുകയാണ്. അവർക്കൊരവസരം കിട്ടുമെന്ന് അവർക്കറിയാം. അവരുടെ അകത്തൊരു നിയോഗമാണ്, അവർക്കൊരവസരം കിട്ടും. പിന്നത്തേൽ നമുക്കറിയാം, ശക്തമായൊരു പ്രസംഗം യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പറയുവാൻ വലുത് സഫലമായൊരു വാതിലങ്ങോട്ട് തുറന്നു വരുന്നതാണ് ഈ വാക്ക്. സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രബോധനമുണ്ടെങ്കിൽ പറ. അതൊരു ഓപ്പണിംഗ് ആയിരുന്നു. ഇതുപോലെ ആർക്കൊക്കെയോ ചില ഓപ്പണിങ്ങുകൾ ഉണ്ടാകാൻ പോവുകയാണ്. ചില വ്യക്തികൾ നിങ്ങളെ വിളിക്കും, ചില വ്യക്തികൾ നിങ്ങളെ ക്ഷണിക്കും, വാ, ഞങ്ങൾക്ക് ഇത് വേണം. അനേകർക്കിത് വേണ്ടായിരിക്കും, എന്നാൽ അനേകർക്കിത് വേണം എന്നുള്ള സത്യം കൂടി അറിയുന്നവർക്ക് മാത്രമേ ക്ഷമയോടെ ഇരിക്കാൻ കഴിയൂ. നിങ്ങളെ കർത്താവിന് വേണം, നിങ്ങളെ കർത്താവ് ഉപയോഗിക്കാനുണ്ട്. 42 യെശയ്യാവിൽ പറയുന്നു, നിന്റെ ഉപദേശത്തിനായി ദ്വീപുകൾ കാത്തിരിക്കുന്നു. അനേക ദ്വീപുകൾ, അനേക രാജ്യങ്ങൾ, അനേക സഭകൾ താങ്കളുടെ സാക്ഷ്യം, താങ്കളുടെ ഉപദേശം കേൾക്കാൻ കാത്തിരിപ്പുണ്ട്. അത് താങ്കൾക്ക് തന്നെ ആ വഴി തുറക്കും. വേറെ ആർക്കും ആ വാതിൽ തുറന്നു കിട്ടില്ല. താങ്കൾക്ക് വേണ്ടി മാത്രമുള്ള ചില വാതിലുകൾ. അതുകൊണ്ട് ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരുന്നു എന്ന് വായിക്കും പോലെ ഒരുങ്ങി കാത്തിരിപ്പാൻ കർത്താവ് കൃപ തരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ക്ഷമയോടെ സുവിശേഷത്തിനൊരു വാതിൽ തുറന്നു കിട്ടാൻ വളരെ പ്രാർത്ഥനയോടെ ഈ സീസണിൽ ഞങ്ങളെ ഇരുത്തണമേ. അനേകായിരങ്ങളോട് ഈ സൗഖ്യം, ഈ സമാധാനം, ഈ വിടുതൽ പറയണമെങ്കിൽ ഒരു വലിയ കൂട്ടത്തിൻ്റെ നടുവിൽ ഒരു അവസരം ഞങ്ങൾക്ക് നൽകണം. സുവിശേഷത്തിൻ്റെ ശക്തിയെ അങ്ങ് വെളിപ്പെടുത്തും. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വഴികളെ തുറന്നു തരണം. ഇത് കേൾക്കുന്നവർ കർത്താവിന് വേണ്ടി സംസാരിക്കുവാൻ ശേഷിയുള്ളവരായി മാറട്ടെ. കർത്താവിൻ്റെ വചനം പറയാനുള്ള കൃപയുള്ളവരായി മാറട്ടെ. ആയിരക്കണക്കിന് ജനങ്ങളുടെ ഹൃദയങ്ങളെ മാറ്റുന്ന സുവിശേഷത്തിൻ്റെ വഴികൾ ഞങ്ങൾ തുറന്നു കിട്ടാൻ അപേക്ഷിക്കുന്നു. ഇത് കേൾക്കുന്ന പലരും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്നവരാണല്ലോ. അവർക്ക് അധികമായ വാതിലുകൾ തുറക്കണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി ഇതൊക്കെ ലഭിക്കുമെന്ന്. എന്ത് തിന്നും, എന്ത് ഉടുക്കും, എന്ത് കുടിക്കും എന്നൊക്കെ ഭാരപ്പെടുന്നവരോട് കർത്താവ് പറഞ്ഞത് നമുക്ക്
മത്തായിയുടെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ കാണാം. അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ചാൽ എല്ലാ കാര്യങ്ങളും ഓർഡറാകും. കർത്താവിൻ്റെ രാജ്യവും നീതിയും നമുക്ക് അന്വേഷിക്കാം. കർത്താവിന് വേണ്ടി മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ അത്ഭുതമാകും. ആത്മാക്കളെ നേടാനും കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടാനും നിങ്ങളുടെ സമയം മാറ്റിവെക്കുമെങ്കിൽ ദൈവം പല പ്രോഗ്രാമും മാറ്റിവെച്ച് നിന്റെ കാര്യത്തിൽ, എൻ്റെ കാര്യത്തിൽ ഇടപെടും. കർത്താവിൽ ആശ്രയിക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗം പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 8 മണിക്കുണ്ട്. വരണം, മീറ്റിങ്ങിൽ പങ്കെടുക്കണം. ഗോഡ് ബ്ലെസ് യു. ഓരോ നാളും എൻ്റെ ഭാരം